ദൈവത്തിരുനാമം മഹത്വപ്പെടട്ടെ. ബൈബിൾ റീഡിംഗ് പ്രോഗ്രാമിൽ സംബന്ധിക്കുന്ന ഏവർക്കും കർത്തൃനാമത്തിൽ സ്നേഹവന്ദനം അറിയിക്കുന്നു. ന്യായാധിപന്മാരുടെ പുസ്തകത്തിൽ നിന്നാണല്ലോ നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ സമാപനത്തിലേക്ക് നമ്മൾ വരികയാണ്. ഇന്ന് അതിൻ്റെ 20-ാം അധ്യായം നമ്മൾ വായിക്കുന്നു. 20-ാം അധ്യായത്തിലെ ബെന്യാമിൻ ഗോത്രക്കാരോട് ഇസ്രായേലിലെ മറ്റ് ഗോത്രക്കാർ യുദ്ധം ചെയ്യാൻ ഒരുങ്ങുന്ന സംഭവമാണ് നമ്മൾ വായിക്കുന്നത്. അതൊരു കാരണം 19-ാം അധ്യായത്തിൽ നമ്മൾ കണ്ടു. ഒരു ലേവ്യൻ തൻ്റെ വെപ്പാട്ടിയുമായി യാത്ര ചെയ്ത് ക്ഷീണിച്ചപ്പോൾ സ്വന്തം ദേശത്ത്, അല്ലെങ്കിൽ സ്വന്തം ഇസ്രായേൽക്കാരുടെ ബെന്യാമിൻ ദേശത്ത് അദ്ദേഹം ചെന്നു. അതിനു മുൻപ് സന്ധ്യയായപ്പോൾ യെബൂസ്യരുടെ ദേശത്ത് ചെന്നതാണ്. അന്ന് അവൻ്റെ കൂടെ ഉണ്ടായിരുന്ന വേലക്കാരൻ പറഞ്ഞതാണ്, നമുക്ക് ഈ ഗ്രാമത്തിൽ പാർക്കാം. എന്നാൽ അവർ ഇസ്രായേലിൽ ശത്രുക്കളായതുകൊണ്ട് അതിനേക്കാൾ സുരക്ഷിതം സ്വന്തം ജാതികളുടെ ഇടയിലായിരിക്കുമെന്ന് കരുതി ആ ലേവ്യൻ തൻ്റെ വെപ്പാട്ടിയുമായി ഈ ബെന്യാമീനുടെ ദേശത്ത് കടന്നു വരികയും അവിടെ താമസിക്കാൻ ആരും ഇടം കൊടുക്കാതിരിക്കുകയും അദ്ദേഹം വഴിയരികിൽ വിശ്രമിക്കാൻ ഒരുങ്ങുകയും ചെയ്തു. ആ സമയത്താണ് എബ്രഹീമിൽ നിന്ന് വന്ന ഒരു യഹൂദനൊരു സ്വന്തമായി വീടില്ലാത്തവൻ, അവൻ ഇദ്ദേഹത്തെ വിളിച്ചുകൊണ്ട് പോവുകയും തൻ്റെ കൂടെ പാർപ്പിക്കാൻ ഒരുങ്ങുകയും ചെയ്തപ്പോൾ ആ നാട്ടിലെ ആഭാസന്മാർ വന്ന് ഈ ലേവ്യൻ്റെ കൂടെയുള്ള യുവാവിനെ വിട്ടുകൊടുക്കണമെന്ന് ആവശ്യപ്പെടുകയും അവർക്ക് ഭോഗിക്കുവാൻ പ്രകൃതി വിരുദ്ധമായ ആ ബന്ധം തന്നെ അവനെ വിട്ടുകൊടുക്കാൻ ആവശ്യപ്പെടുകയും, അപ്പോൾ അവനെ പാർപ്പിച്ച ആ മനുഷ്യൻ തൻ്റെ മകളെ വരെ വിട്ടുകൊടുക്കാമെന്ന് സമ്മതിച്ച് അവർ അനുവദിക്കാതിരിക്കുകയും അവസാനം ഈ ലേവ്യൻ്റെ വെപ്പാട്ടി അവർക്ക് വിട്ടുകൊടുക്കുകയും അവളെ ബലാത്സംഗം ചെയ്ത് അവർ കൊല്ലുകയും ചെയ്തു. ഇത് 19-ാം അധ്യായത്തിൽ നമ്മൾ ചിന്തിച്ചു. അദ്ദേഹം തൻ്റെ ഭാര്യയുടെ, അല്ലെങ്കിൽ തൻ്റെ വെപ്പാട്ടിയുടെ ആ മൃതശരീരം 12 കഷ്ണങ്ങളാക്കി മുറിച്ച് ഓരോ ഗോത്രം കൊടുത്തയക്കുകയും അത് വാങ്ങിയ യഹൂദന്മാരെല്ലാവരും ഒന്നിച്ചു ചേർന്ന് ബെന്യാമീനോട് യുദ്ധം ചെയ്യാൻ ഒരുങ്ങുകയും ചെയ്യുകയാണ്. കാരണം ഇസ്രായേൽ ജനത്തിൽ നിന്ന് അനീതി നീക്കപ്പെടണം. അവിടെ അശുദ്ധി നിറഞ്ഞു നിന്നാൽ ആ സമൂഹം നശിപ്പിക്കപ്പെടുമെന്ന് അവരുടെ പിതാക്കന്മാരുടെ മരുഭൂമി യാത്രയിൽ അവർ അനുഭവിച്ചറിഞ്ഞതാണ്. അതുകൊണ്ട് അങ്ങനെയുള്ളവരെ ഇനി ഈ ഭൂമിയിൽ ഇരിക്കാൻ പാടില്ല. അതുകൊണ്ട് അവരെ യുദ്ധം ചെയ്ത് തോൽപ്പിക്കണമെന്ന് വിചാരിച്ചാൽ പ്രമാണിമാരെല്ലാം ഒന്നിച്ചു കൂടുന്ന ഒരു സാഹചര്യം നമ്മൾ കാണുന്നുണ്ട്. അവരുടെ പൂർവ്വപിതാവായ അബ്രാഹാമും ലോത്തും വഴിയാത്രക്കാരെ എങ്ങനെ സ്വീകരിച്ചുവെന്ന് ഇതിനു മുമ്പ് ഉൽപ്പത്തി പുസ്തകത്തിൽ നമ്മൾ കണ്ടതാണ്. യഹൂദ മര്യാദ അനുസരിച്ച് വഴിയാത്രക്കാരനോട് ഒന്നും ചെയ്യാൻ പാടില്ല. കാരണം അവൻ ബലഹീനനാണ്, സ്വന്തം ഭവനമില്ല, സ്വന്തം ദേശമല്ല, എതിർക്കാൻ അവന് കഴിവില്ല. ബലവാനോട് എതിർത്താൽ അതിൽ നീതിയുണ്ട്, ബലഹീനനോട് അത് ചെയ്യാൻ പാടില്ല. ഇന്ന് നമ്മുടെ നാട്ടിലുള്ള നിയമത്തിലും ടൂറിസ്റ്റായിട്ട് വരുന്നവരോട് മോശമായി പെരുമാറാൻ പാടില്ല എന്ന് ഗവൺമെൻറ്റിൻ്റെ ശക്തമായ നിയമമുണ്ട്. അങ്ങനെ ഇത് പെരുമാറുന്നവരെ കഠിന ശിക്ഷയ്ക്ക് വിധേയമാക്കുകയും ചെയ്യും. അതെല്ലാ കാലത്തും എല്ലാ രാജ്യങ്ങളും കാത്തു പരിപാലിക്കുന്ന ഒരു നീതിയാണ്. ഇനി നമ്മൾ ആത്മീയമായി ചിന്തിച്ചാൽ ആ തലത്തിലും ബലഹീനന്മാരുണ്ട്. നമ്മുടെ കർത്താവ് പറഞ്ഞു, ഞാൻ ബലഹീനന്മാരെ ചേർത്ത് നിർത്താൻ വന്നതാണ്. ശാസ്ത്രിമാരും പരീശന്മാരും ആത്മീയമായി ബലവാന്മാരാണ്. അവർക്ക് ന്യായപ്രമാണം അറിയാം, അവർക്ക് സാമ്പത്തിക ഭദ്രതയുണ്ട്, അധികാരങ്ങളുമുണ്ട്. അവരെന്താണ് ചെയ്തത്? ഇതൊന്നുമില്ലാത്ത, ന്യായപ്രമാണം അറിഞ്ഞുകൂടാത്ത സാധാരണ ജനങ്ങളെ അവർ പീഡിപ്പിച്ചു. അതുകൊണ്ട് യേശു പറഞ്ഞു, നിങ്ങൾ ഭാരമേറിയ ചുമടുകളെ സാധാരണ ജനത്തിന്മേൽ കെട്ടിവെക്കുന്നു, നിങ്ങളുടെ അടിവിരൽ കൊണ്ട് പോലും അതിനെ സ്പർശിക്കുവാൻ നിങ്ങൾ തയ്യാറാകുന്നുമില്ല. അതുകൊണ്ട് കർത്താവ് പറഞ്ഞു, ഞാൻ നീതിമാന്മാരെ അല്ല പാപികളെ അത്രേ വിളിപ്പാൻ വന്നത് എന്ന് കർത്താവ് പറയാനുള്ള കാരണം അത് തന്നെയാണ്. നമ്മൾ നോമ്പിൻ്റെ ദിവസങ്ങളിലൂടെ കടന്നു പോകുകയാണല്ലോ. നോമ്പിൽ നമുക്ക് ആവശ്യമായിരിക്കുന്നത് ബലഹീനന്മാരെ ചേർത്തുകൊള്ളുക എന്നുള്ളതാണ്.
അത് ആത്മീയമായിട്ടായാലും ശാരീരികമായിട്ടായാലും സാമ്പത്തികമായിട്ടായാലും ജ്ഞാനപരമായിട്ട് ഏത് രീതിയിലായാലും ബലഹീനന്മാരെ ചേർത്ത് നിർത്തുന്നതാണ് ദൈവം നോമ്പിൻ്റെ ഉദ്ദേശം. ആ മനോഭാവത്തിലേക്കുള്ള ഒരു മാറ്റം നമുക്ക് സംഭവിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. യെശയ്യാ പ്രവചനം 58-ാം അധ്യായത്തിൻ്റെ 6-7 വാക്യങ്ങൾ എന്താണ് യഥാർത്ഥ ഉപവാസമെന്ന് യഹോവയായ ദൈവം പ്രവാചകൻ മുഖാന്തരം അരുളിച്ചെയ്യുന്നുണ്ടല്ലോ. ദുഷ്ടതയുടെ കെട്ടുകൾ പൊട്ടിക്കുകയും നുകത്തിൻ്റെ കയറുകൾ അഴിക്കുകയും മർദ്ദിതരെ സ്വതന്ത്രരാക്കുകയും എല്ലാ നുഖങ്ങളും ഒടിക്കുകയും ചെയ്യുന്നതല്ലേ ഞാൻ ആഗ്രഹിക്കുന്ന ഉപവാസം. വിശക്കുന്നവനുമായി ആഹാരം പങ്കുവയ്ക്കുകയും ഭവനരഹിതനെ വീട്ടിൽ സ്വീകരിക്കുകയും നഗ്നനെ ഉടുപ്പിക്കുകയും സ്വന്തം കാലിൽ നിന്ന് ഒഴിഞ്ഞു മാറാതിരിക്കുകയും ചെയ്യുന്നതല്ലേ അത്. ഇനി അങ്ങനെ എന്ത് ചെയ്താൽ എന്താണ് നിനക്ക് ലഭിക്കാൻ പോകുന്ന പ്രതിഫലം? അതിൻ്റെ 8-9 വാക്യങ്ങൾ പറയുന്നു. അപ്പോൾ നിന്റെ വെളിച്ചം പ്രഭാതം പോലെ പൊട്ടിവിരിയും, നീ സുഖം പ്രാപിക്കും, നീ പ്രാർത്ഥിച്ചാൽ കർത്താവ് ഉത്തരമരുളും, നീ നിലവിളിക്കുമ്പോൾ ഇതാ ഞാനെന്ന് അവിടുന്ന് മറുപടി തരും. പ്രിയമുള്ളവരെ, നോമ്പിൻ്റെ സമാപന ദിവസങ്ങളിലേക്ക് നമ്മൾ അടുക്കാൻ പോകുകയാണ്. ഈ നോമ്പ് നടത്തുന്നതായ മുഴുവൻ പ്രാർത്ഥനകളും ഇപ്രകാരമുള്ളൊരു മനോഭാവം നമുക്കുണ്ടാകുന്നതിന് വേണ്ടിയാണെന്ന് ശ്രദ്ധിച്ച് വായിക്കുന്നവർക്കറിയാം. അവരനുഭവത്തിലേക്ക് കടന്നു വരുവാനും ബലഹീനന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനും അവരെ സഹായിക്കുവാനും ഏത് രീതിയിലായാലും ഉള്ള ഒരു മനോഭാവം ഉണ്ടാകുവാൻ നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമേ, പരിശുദ്ധാത്മാവേ, അതിന് ഞങ്ങളെ ശക്തീകരിക്കണമേ നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം നമ്മളെല്ലാവരെയും അതിൽ സഹായിക്കുമാറാകട്ടെ.